നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം വിശദമായി സംവദിക്കാൻ വന്ന നമ്മുടെ പ്രിയതാരം ഗിന്നസ് പക്രുവാണ് ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉള്ളത്. 3-4 പടങ്ങൾ അതിനിടയ്ക്ക് ചെയ്തെങ്കിൽ പോലും പക്രുവിന് വലിയൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പോലും പക്രുവിന് വലിയ അംഗീകാരം കിട്ടാൻ വേണ്ടി പക്രു കാത്തിരിക്കുകയാണ്. ജോക്കർ റൈറ്റ്, ജോക്കറാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ. കാരണം അമ്പിളിയമ്മാവൻ കഴിഞ്ഞിട്ട് പിന്നെ ലോഹിദാസ് അല്ലേ? അതെ, എൻ്റെ പ്രോഗ്രാം നോട്ടീസുകളിലൊക്കെ ചലച്ചിത്ര താരം ഗിന്നസ് പക്രു എന്ന് ചോദിക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏത് പടത്തിൽ അഭിനയിച്ച? മറുപടി പറയാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത്. അമ്പിളിയമ്മാവൻ എല്ലാവരും കണ്ടിട്ടില്ല, പിന്നെ ചെയ്ത സിനിമകളും ആരും തന്നെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇയാളെങ്ങനെ ചലച്ചിത്ര താരം എന്നും പറഞ്ഞ് പ്രോഗ്രാം പിടിക്കും? നോട്ടീസിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു നടൻ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോരുന്ന ഗതികേടെന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കി. ചലച്ചിത്ര താരം എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചാൽ അവസ്ഥ ആലോചിച്ച് ചോദിക്കും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ജോക്കർ എന്ന് പറയുന്ന എല്ലാം കൊണ്ടും ഒരു വലിയ ലോഹിയുടെ പടം നിലയിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു, അജയൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്ന എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദിലീപേട്ടനാണ്. ജോക്കർ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു ഫീലല്ലായിരുന്നു എനിക്ക്. 1 മാസം സർക്കസിൽ പോയി നിന്ന അവസ്ഥയായിരുന്നു. അതിൻ്റെ അവസ്ഥയായിരുന്നില്ല അവിടെ. സർക്കസ് അത്രയും ജെനുവിൻ, അത്രയും നമ്മളെ അതിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ സിനിമയുടെ അതേ കഥാപരമായ രീതി തന്നെയാണ് ആ സർക്കസിൻ്റെ യഥാർത്ഥ അവസ്ഥയും. അതുപോലെ തന്നെ നമ്മുടെ ബഹദൂർക്കെ എനിക്ക് അടുത്ത് കാണാനും അദ്ദേഹത്തെ വളരെ ക്ലോസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നിനക്ക് തമിഴിൽ നല്ല ചാൻസ് കിട്ടും, എൻ്റെ ഫ്രണ്ടാണ് രജനി സാറ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ബഹദൂർക്ക്, നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉയരമുള്ള പെണ്ണിനെ തന്നെ കെട്ടണം, അങ്ങനെ ഒരു ഉപദേശം അദ്ദേഹം തന്നു. അതുപോലെ തന്നെ അജയന്റെ കല്യാണം അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവചിച്ചു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ചില സമയത്ത് അദ്ദേഹം എൻ്റെ പ്രായത്തിലേക്ക് വരും, ചില സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലേക്ക് പോകും. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും എപ്പോഴും ഷൂട്ടില്ല, ഞങ്ങളവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ബഹദൂർക്കയുടെ വിയോഗം, അതാണ് ഒരു സന്തോഷത്തിൻ്റെ പിറകിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരടി അടിക്കുന്ന പോലെ ഹൃദയത്തിന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വിഷമമാണ്. പക്രു അപ്പോഴേക്ക് സ്റ്റാർ ആയിട്ടില്ല സാർ, പക്ഷെ തിരിച്ചറിയും. ആ പടത്തിലെ എൻ്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ എടുത്തു, അവിടെയും റിസ്ക് കാണിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു തേങ്ങാക്കൊലയായിട്ട് ഒരു വലിയ തെങ്ങേന്ന് താഴോട്ട് വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം ആ തെങ്ങിൻ്റെ മേളിൽ കയറിയ, കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ സൈസിൽ എൻ്റെ പൊക്കത്തിൽ വെച്ച് നോക്കിയാൽ അത് 20 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. അതിൽ എന്നെ ഒരു കൊലയിൽ കെട്ടി വെച്ചിട്ട് തൂക്കിയിട്ടിട്ട് ഫുൾ ആൾക്കാർ മാറി നിന്നിട്ട് ഷോട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കൊല വിട്ട് ഫുൾ അതോടുകൂടി താഴോട്ട് വരുമ്പോൾ ദിലീപേട്ടൻ പിടിക്കുന്ന സീക്വൻസാണ്. എന്തും വരട്ടെ എന്ന് വെച്ച് ചാടി ദിലീപേട്ടൻ പിടിച്ചിട്ട് സ്റ്റഡിയാകാൻ പറ്റിയില്ല. ഞാനും ദിലീപേട്ടനും കൂടെ വീണു. അതാണ് ആ ഷോട്ട്. നടുവ് പ്രശ്നമുണ്ടായി, അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിക്സ് ഇട്ട് തിരുമ്മി കൊടുത്തു. പക്ഷെ എന്നെ രക്ഷിച്ചു അദ്ദേഹം. കൊലയെ ഞാനും ഈ കൊലവെട്ടെല്ലാം കൂടെ വീഴുന്നു എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വരവായിരുന്നു അത്. സാറിപ്പ് എന്നെ എടുത്തപ്പോൾ ഏകദേശം വെയിറ്റ് മനസ്സിലായി. വെറുതെ അല്ല ദിലീപിന്റെ ബാക്ക് ഉളുക്കിയത്. അങ്ങനെ ആ ഷോട്ടാണ് ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്തരം ഒരു റിസ്കി ആയിട്ടുള്ള ഷോട്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് പെൺവേഷം കെട്ടിയത് ജോക്കറിലാണ്. എന്നെ പരമാവധി ഞാനെന്ന ആ ഒരു കലാകാരനെ ക്രമേണ മനസ്സിലാക്കി എനിക്ക് കൂടുതൽ റോള് എനിക്ക് ലോഹി സാർ തന്നു. പക്രു ജോക്കറിനോട് നീതി പുലർത്തണമെങ്കിൽ ആ സിനിമയിലെ ഒരു പാട്ട് പക്രു പാടേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീവേഷം ആദ്യമായിട്ട് കെട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ പാട്ടിൻ്റെ 2 വരി സാറിന് വേണ്ടി. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി, പക്രുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. ചെമ്മാനം പൂത്തേ തൊടു സിന്ദൂരം തൊട്ടേ, ചെമ്മാനം പൂത്തേ
തൊടുസിന്ദൂരം തൊട്ട് പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ കമ്മാനക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ ചെമ്മാനം പൂത്തെ തൊടുസിന്ദൂരം കട്ടേ. അങ്ങനെ ഈ പാട്ടിലാണ് ഞാൻ സ്ത്രീവേഷം ആദ്യമായിട്ട് കെട്ടിയത്. അതുകൊണ്ടാണ് ഈ പാട്ട് ഓർത്ത് പാടിയത്. പക്രുവിന് വലിയൊരു ബ്രേക്ക്, ഒരുപക്ഷെ പക്രുവിനെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ സഹായിച്ച മറ്റൊരു ബ്രേക്ക്. പക്രു അത്ഭുത ദ്വീപ്, പക്രു ഒരു അത്ഭുത പ്രതിഭാസമാകുകയായിരുന്നു ഇതിലൂടെ. തീർച്ചയായിട്ടും ഞാനെന്ന കലാകാരൻ്റെ ഇമേജ് ഫുള്ള് മാറ്റിത്തന്ന, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാക്കി തന്ന ഒരു ചിത്രം. അതിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഇത് എനിക്ക് ചെയ്യാൻ കുതിരസവാരിയൊക്കെ എങ്ങനെ എനിക്ക്, പക്ഷേ എത്ര കൂളായിട്ടാണെന്നറിയോ സാറ് പറഞ്ഞത്, വിനയൻ സാറ്, അതൊക്കെ നമുക്ക് ശരിയാക്കാടാ. അപ്പം ഞാൻ ആലോചിച്ചു, എന്നേക്കാൾ കൂടുതൽ നമ്മളിലൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആവാം. എന്തായാലും ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു, എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് സാരയിലിടാം. പക്ഷേ ഓരോ സീക്വൻസും ഓരോ ദിവസവും ഷൂട്ടിന് വരുമ്പോൾ എനിക്ക് പേടിയാണ് അടുത്തത് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഈ കുതിരപ്പുറത്തൊക്കെ കയറി ഒരു വലിയ ആൾക്ക് പോലും കുതിരയെ മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ 100-300 ആൾക്കാരുടെ പടയാളികളും രണ്ടും ഈ കുതിരയായിട്ടുള്ള പോക്ക്. ആദ്യമൊക്കെ കുതിരയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല അതിൻ്റെ മേളിൽ ആളുണ്ടെന്ന്. കയറി ഇരുത്തി. പിന്നീട് പയ്യെ 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 എനിക്ക് തോന്നി കുതിരയ്ക്ക് തന്നെ എന്നോടൊരു ചെറിയ ദയ ഉണ്ടായി കാണും. കാരണം ഇപ്പം പാവമല്ലേ, രക്ഷപ്പെട്ട് പോക്കോട്ടെ. അങ്ങനെയുള്ള ചില സീക്വൻസസ് ഉണ്ട്. അതുപോലെ ഈ അത്ഭുത ദ്വീപിൽ കുതിര വിരളി പിടിച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു ഷോട്ടുണ്ട്. 2 സൈഡും ഭീകരമായിട്ടുള്ള കുഴിയാണ്, കൊക്കയാണ്. ഒരു പാത മാത്രം. ഇതിൽ തലങ്ങും വിലങ്ങും ചെറിയ ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർ ഓടുകയാണ്. ഇതിനിടയിലേക്കാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ കടിഞ്ഞാൺ പോലും എൻ്റെ കയ്യിലില്ല. ആകപ്പാടെ ഈ കുതിരക്കാരൻ ഒരു ചെറിയൊരു നൂൽക്കമ്പി ഇട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇത് സ്ട്രെയിറ്റായിട്ട് വരാൻ വേണ്ടി. ആ ഷോട്ട് ഇപ്പോഴും ഈ സിനിമ കാണുമ്പോൾ, ആ ഷോട്ട് കാണുമ്പോൾ ഞാനൊന്ന് ഉള്ളിൽ നിന്ന്, കാരണം ഏതെങ്കിലും ഒരു ചെറിയ ആൾക്കിട്ട് ഇത് തട്ടിയാൽ അയാളുടെ ലൈഫ് പോകും. ഇതെങ്ങാനും ഒന്ന് മറിഞ്ഞു പോയാൽ എനിക്ക് രക്ഷയുണ്ടാവില്ല. ജീവനം പോയി. കുതിര എങ്ങനെ മറിഞ്ഞ ചരിത്രമുണ്ട്. എന്തായാലും പക്രു ഈ അത്ഭുത ദ്വീപ് കഴിഞ്ഞോടിയിട്ട് ഈ റെക്കോർഡുകളുടെ ലോകം പക്രുവിനെ അംഗീകരിച്ചു. അങ്ങനെ ഗിന്നസ് ബുക്കിലേക്ക് പക്രു സ്വാഭാവികമായിട്ട് അറിയാതെ സംഭവിച്ചതാണ്. സിനിമ അയച്ചു. സിനിമയിൽ കുറച്ച് ഗ്രാഫിക്സൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് വേൾഡ് റെക്കോർഡിൻ്റെ ആൾക്കാർ ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഇയാളും സ്ക്യൂസിക്കാണോ ഗ്രാഫിക്സ് ആണോ എന്ന്. അല്ലാന്ന് തോന്നിയപ്പോൾ ഒരുപക്ഷെ വന്നതായിരിക്കും. ആരാ ഗിന്നസ് പക്രു എന്നുള്ള പേരിട്ട് പിന്നീട് ഗിന്നസ് പക്രു ആയി? ഗിന്നസ് പക്രു എന്നുള്ള പേര് അതും വളരെ യാദൃശ്ചികമാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിൻ്റെ സെറ്റ് വെച്ചാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ അവാർഡ് മേടിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഈ സർട്ടിഫിക്കറ്റ് അദ്ദേഹം മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതത്ര ചെറിയ കാര്യമല്ല, നീ ഇതിനെ അത്ര ചെറുതായിട്ടൊന്നും കാണണ്ട,
അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നസീർ സാറ് ആണ് ഇതിനു മുമ്പ്, അത് കഴിഞ്ഞ് ആർക്കും പറ്റില്ല, ഇത് നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനൊരു അംഗീകാരത്തിന് ആദ്യമായിട്ട് ഒരു പ്രോത്സാഹനം തന്നത് മമ്മൂക്കയാണ്. അത് കഴിഞ്ഞ് പിന്നെ 2-3 സീനിനൊക്കെ വന്നപ്പോൾ ഗിന്നസ് വന്നല്ലോ, എന്നാണ് ഗിന്നസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഉണ്ടപ്പൊക്രു എന്ന് പറയുന്ന ആ പേരിനോട് ചേർത്ത് ഗിന്നസ് അതൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ ഐലൻഡ് എന്നുള്ളതിന് IS സൈലൻ്റ് ആവൂലേ എന്ന് പറഞ്ഞതുപോലെ ആ വേർഡ് സൈലൻ്റ് ആക്കി കുറച്ചുകൂടി ഒന്നൊരു മോഡിഫിക്കേഷൻ നടത്തി ഗിന്നസ് പക്രു എന്നുള്ള പേര് അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഗിന്നസ് പക്രുവായിട്ട് ഈ അജയൻ ഉരുത്തിരിഞ്ഞു. ഇതിൻ്റെ ഒരു വില മനസ്സിലായത് പലപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെ ചെല്ലുമ്പോൾ ഗിന്നസിലുള്ള ആളാണെന്ന് പറയുമ്പോൾ അവർ ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കും. നമ്മുടെ കേരളത്തിൽ വെറുതെ നടന്നാലും ഫോട്ടോ എടുക്കും. ഞാൻ എവിടെ ചെന്നാലും അല്ലെ ഞാനെന്നുള്ളതല്ല, ചെറിയ ആൾക്കാരുടെ കാര്യം ഒരു കൗതുകമുണ്ട്. പക്ഷേ കൂടെ വരുന്ന പക്രുവിനും നസീറിനൊന്നും അല്ല, മറ്റേ ടിനി ടോമിനും നസീറിനും അത്ര പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല. അത് പിടിക്കുന്നല്ല, അവർക്ക് എൻ്റെ പേരിൽ കുറേ ആനുകൂല്യങ്ങൾ കിട്ടും. എന്നെ ഒറ്റയ്ക്കങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ വലിയ ഇഷ്ടം. ഒരു ഗ്രൂപ്പ് ഫുൾ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് അങ്ങനെ കടന്നു പോന്നിട്ടുണ്ട് ഒരുപാട്. ഈ പറഞ്ഞ പോലെ സാഹസികതയ്ക്ക് ശേഷം വലിയ അംഗീകാരം ഗിന്നസ് പക്രുവായി രൂപാന്തരം പ്രാപിക്കുന്നു. പണ്ട് എടുത്തു നടന്നത് അമ്മയാണ്. അമ്മ എന്ത് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ? അമ്മയ്ക്ക് പിന്നീട് ഈ പറഞ്ഞ അമ്മയുടെ മുഖത്ത് ഈ ഒരു എന്താ പറയുന്നത്, ഒരു ടെൻഷനും സന്തോഷവും എല്ലാം കൊണ്ടുമുള്ള ഒരു, കാരണം അവസ്ഥകളൊക്കെ മാറി, ഒരു വീട് വെച്ചു, വേറെ വീടായി, പക്രു വളരുന്നു, ഞങ്ങളും വളരുന്നു. അമ്മ നോക്കട്ടെ, അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ മകന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഏതോ അത്ഭുതമാണ്. അത് ചെക്കായിട്ടാണോ മോനെ കിട്ടുന്നത് അതോ ക്യാഷ് ആയിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഒരു ബുക്കായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ ആ ബുക്ക് തുറന്നു നോക്കിയപ്പം എന്തെല്ലാം ലോകാത്ഭുതങ്ങൾ അതിനകത്തൊരു ഭാഗഭാക്കായി എൻ്റെ മകനെന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഇത്രമാത്രം ഒരു കാര്യമുണ്ടെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എല്ലാ ആൾക്കാരും വിളിച്ച് അഭിനന്ദിക്കുന്നു. മകൻ ലോകപ്രശസ്തനായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്തെ സത്യം എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അമ്മ ഒരു രസികത്തിയല്ലേ? അതെ, അമ്മ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചു, ചെക്കായിട്ടാണോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ വരുന്നത്? അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനത്തെ ഒരു കുറേ വിളികളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അമ്മക്ക് ആദ്യമായിട്ടാണല്ലോ ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പം എനിക്കും അറിയില്ല ഇതെന്താന്ന്, ഇതിൻ്റെ കാര്യങ്ങൾ, ഇതൊരു ക്രെഡിറ്റ്സ് മാത്രമാണ് എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കുകയും ചാനലുകാരൊക്കെ വീട്ടിൽ ചെല്ലുകയൊക്കെ ചെന്നപ്പോൾ പാവം തെറ്റിദ്ധരിച്ചു പോയതാണ്. ഗിന്നസ് മാത്രമല്ല, പക്രുവിന് വേറെ അവാർഡും കിട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരത്തിന് പക്രു വിധേയമായി. അത്ഭുതദ്വീപിന്. അത്ഭുതദ്വീപ്.